നമസ്കാരം. ഇന്ന് ഏപ്രിൽ 12 ഇന്ന് ഏപ്രിൽ 12 ഹനുമാൻ ജയന്തിയാകുന്നു. ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് ഹനുമാൻ സ്വാമി ചൈത്രമാസത്തിലെ ശുക്ല പൂർണിമയ്ക്കാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം ഇന്നേ ദിവസമുണ്ട്. എല്ലാ വർഷവും ചൈത്ര പൂർണിമയ്ക്ക് ഭക്തർ ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നതുമാണ്. ഓരോ വർഷവും ഹനുമാൻ ജയന്തി ദിവസം ജ്യോതിഷപരമായ ചില പ്രത്യേകതകൾ സംഭവിക്കാറുണ്ട്. ഈ വർഷത്തെ അഥവാ ഇന്നേ ദിവസം ചില രാശിക്കാർക്ക് അത്തരത്തിൽ വളരെ ശുഭകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കരിയറുമായി ബന്ധപ്പെട്ടും എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്നും പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ കടന്നു വരുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാർക്ക് ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന, ഗുണകരമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ ദിവസം ചില പ്രത്യേകമായ ജോലികളിൽ മേടം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രത്യേകിച്ചും സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സഹകരണം, സഹായം, സന്തോഷകരമായ നിമിഷങ്ങൾ, അനിവാര്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. ഹനുമാൻ ജയന്തി ദിവസം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് ഉത്തമമാണ്. അതിനാൽ ചില കാര്യങ്ങൾ ആരംഭിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നീണ്ടു നിൽക്കുകയും അതുമൂലം ഐശ്വര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്ന, സഹായകരമായി തീരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പൂർത്തീകരിക്കേണ്ടതായ പല ജോലികളുമുണ്ട്. അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ഭാഗ്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ആകാശ നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇവർക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതായ കാര്യമാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യകാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഈ ശുഭദിനത്തിൽ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തേടിയെത്താം. വളരെ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായ സാഹചര്യമുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കും. അഭിവൃദ്ധി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഹനുമാൻ സ്വാമിയുടെ കൃപയോടെ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളും കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രണയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ ദിവസങ്ങൾ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ പല കാര്യങ്ങളും, ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്നതായ പല കാര്യങ്ങളും സംഭവിക്കാം. ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും. മനോബലം വർദ്ധിക്കും. ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കാവുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ തീർച്ചയായും വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് പിന്തുണയും ധനപരമായ നേട്ടങ്ങളും വന്നു ചേരാം. ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. കന്നി.
കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ദിവസമാണ് ഹനുമാൻ ജയന്തി മുതൽ സംഭവിക്കുക. പ്രത്യേകിച്ചും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം ഇരട്ടിക്കും. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് നല്ല മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ മാറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റു മാറ്റങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹപ്രവർത്തകരെയും വേണ്ടപ്പെട്ടവരെയും ബഹുമാനിക്കുവാൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് ബഹുമാനം നൽകുകയും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അവർ തിരിച്ച് വളരെ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയോ സഹായം ലഭിക്കുകയോ ചെയ്യാം. അത്തരത്തിൽ കൂടുതൽ സന്തോഷകരമായ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരും. ആശങ്കപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കാത്ത ധന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ആദരവ്, സ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അത്തരം കാര്യങ്ങൾ ഉയരാനുള്ള സാധ്യതകളുണ്ട്. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒപ്പം പ്രവർത്തിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും മെറൂൺ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരവുമാണ്. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാം. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്നതായ ദിവസമാണ് വന്നു ചേരുക. ഹനുമാൻ സ്വാമിയുടെ കടാക്ഷവും നിങ്ങളിൽ വർദ്ധിക്കുന്നതായ ദിവസം. സാമ്പത്തിക പുരോഗതിക്കുള്ള അവസരങ്ങൾ ജീവിതത്തിൽ തെളിയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമായി തീരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. തൊഴിൽപരമായോ ബിസിനസ് പരമായോ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ചെയ്യുന്നതായ പല കാര്യങ്ങളും വിജയത്തിൽ കലാശിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും സഹായം, സഹകരണം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം കൂടുതലായും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ, നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പുതിയ ബിസിനസ് അവസരങ്ങൾ, തൊഴിൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എങ്കിൽ, പുലർത്തിയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ധനപരമായ നേട്ടങ്ങൾ ഭാവിയിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും പർപ്പിൾ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിന് അത് സഹായകരമായി തീരും. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഹനുമാൻ ജയന്തി ദിവസം തീർച്ചയായും ഇവർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാം. അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അവിചാരിതമായ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതിയിൽ പോലും വലിയ മാറ്റങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സമ്പാദ്യവും ബാങ്ക് ബാലൻസും വളരുന്നതായ സാഹചര്യം, അതായത് ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും കടന്നു വരാം. ബിസിനസ് സംബന്ധമായിട്ടാകാം, തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം കൂടുതൽ അനുകൂലമായി തീരാം. കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ നിങ്ങൾക്ക് പല വിധത്തിലും സഹായങ്ങൾ ഒപ്പമുള്ളവരിൽ നിന്നും ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വസ്ത്രങ്ങൾ, പ്രത്യേകിച്ചും
ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നതായ വസ്ത്രങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ സ്വന്തമാക്കുക. പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ തീർച്ചയായും വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയം. പ്രത്യേകിച്ചും ഇന്നേ ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായി തീരും. ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് സാധിക്കുമെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ഹനുമത് മന്ത്രങ്ങൾ ജപിക്കുന്നത് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും.